ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 43ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇങ്ങത്താ, ഞാൻ എഴുതി തരാം. അത് പറഞ്ഞ ചെയറിൽ നിന്ന് എണീപ്പിച്ച് ദത്തനായിരുന്നു. ശേഷം വർണ്ണയെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി തൻ്റെ കയ്യിലായി അവൻ്റെ കൈ കയറ്റി വെച്ച് എഴുതാൻ തുടങ്ങി. നിനക്കിതൊക്കെ കാണാതെ അറിയോ ദത്ത? തൻ്റെ തോളിൽ താടി കുത്തിവെച്ച് ഫോണിൽ പോലും നോക്കാതെ എഴുതുന്നത് കണ്ട് വർണ്ണ ചോദിച്ചു. ചെറുപ്പത്തിലെ മുത്തശ്ശി പഠിപ്പിച്ചെന്നതാ, എഴുതുന്നതിനിടയിൽ ദത്തൻ പറഞ്ഞു. ദത്തൻ എഴുതുന്നത് നോക്കി അവൾ ഇരുന്നു. ചെറിയ അക്ഷരങ്ങളായാണ് എഴുതുന്നത്, അതും നല്ല ഭംഗിയിൽ. അത് നോക്കിയാണ് വർണ്ണ ഇരുന്നതെങ്കിലും പതിയെ അവളുടെ ശ്രദ്ധ മാറാൻ തുടങ്ങിയിരുന്നു. ദത്തൻ്റെ സ്പർശനം, അവൻ്റെ സാമീപ്യം, കഴുത്തിൽ പതിക്കുന്ന അവൻ്റെ നിശ്വാസം, വിയർപ്പ് കടന്ന അവൻ്റെ ഗന്ധം, പതിയെ അവളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആകെ 6 വരിയുണ്ട്, അതുപോലെ പഠിക്കാൻ വയ്യ, മടിച്ച്. ദത്തൻ അവളോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും വർണ്ണ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കൈയും കാലും വിറയ്ക്കുന്ന പോലെ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്ന പോലെ. ദത്തൻ്റെ ചുടുശ്വാസം കഴുത്തിൽ തട്ടുന്തോറും ഇതുവരെ ഉണ്ടാകാത്ത ഒരനുഭൂതി അവളിൽ നിറഞ്ഞു. അത് താങ്ങാനാവാതെ വർണ്ണ കണ്ണടച്ചിരുന്നു. ഒപ്പം അവളുടെ ഇടത് കൈ ടോപ്പിൽ മുറുകെ പിടിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞു കുഞ്ഞേ, ദത്തൻ അവളുടെ കാതിലായി പറഞ്ഞു. പക്ഷെ വർണ്ണ അത് കേട്ടിരുന്നില്ല. ദേവുട്ടി, ദത്തൻ അവളുടെ കാതിൽ പതിയെ കടിച്ചതും വർണ്ണ ഞെട്ടി കണ്ണു തുറന്നു. നീ ഇരുന്ന് ഉറങ്ങാണോ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നാ? ഇല്ല. എന്താ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. എന്താ പറ്റിയേ? ഒന്നുമില്ല ദത്ത, എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ എഴുതി കഴിഞ്ഞിട്ട് സമയം കുറേ കഴിഞ്ഞു. മടിയിൽ നിന്ന് എണീറ്റ് എനിക്ക് പോയി കുളിക്കായിരുന്നു. ഓ സോറി. വർണ്ണ പരിഭ്രമത്തോടെ ദത്തൻ്റെ മടിയിൽ നിന്ന് എണീറ്റു. ദത്തൻ അവളെ ഒന്ന് സംശയത്തോടെ തറപ്പിച്ച് നോക്കിയ ശേഷം ടവലെടുത്ത് ബാത്റൂമിലേക്ക് പോയി. വർണ്ണ തനിക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാവാതെ ടേബിളിൽ ചാരി നിന്നു. എനിക്കെന്താ ഈശ്വര പറ്റിയേ? ദത്തൻ അടുത്ത് വരുമ്പോൾ എനിക്കെന്തെങ്ങനെ? ഇനി എൻ്റെ മേല് വല്ല നാഗവല്യം കയറിയാ? ഏയ്, നാഗവല്യാണെങ്കിൽ ഇങ്ങനെയല്ല വയലൻ്റ് ആവുക ചെയ്യുക. പക്ഷേ ഇവിടെ എനിക്ക് റൊമാൻസ് വരാണല്ലോ വരണേ. ഇനി വല്ല ഗന്ധർവനും കയറിയോ ഭഗവാനെ? ഇത് പഴയ തറവാടല്ലേ, അങ്ങനെ വല്ലതായിരിക്കും. ദത്തൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ വർണ്ണ ടേബിളിൽ ചാരിയുന്ന കാര്യമായ ആലോചന തന്നെയാണ്. ദത്തൻ കബോർഡിൽ നിന്ന് ഒരു മുണ്ടെടുത്തെടുത്തു. എന്താ കുഞ്ഞ് ഇത്ര വലിയ ആലോചന? ദത്തൻ തൻ്റെ തല ടവൽ കൊണ്ട് തോർത്തിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ ഇതൊന്നും വർണ്ണ എവിടെ നിന്ന് കേൾക്കാൻ? അവൾ ഈ ലോകത്തൊന്നും അല്ല എന്ന് ദത്തനും മനസ്സിലായി. അവൻ തൻ്റെ കയ്യിലുള്ള നനഞ്ഞ തോർത്ത് അവളുടെ മേലേക്ക് എറിഞ്ഞു. എന്തോ വന്ന് മേൽ തട്ടിയതും അവൾ ഞെട്ടി ചുറ്റും നോക്കി. കുറച്ചു മുമ്പ് ആയി ദത്തൻ കൈ കെട്ടി മുന്നിൽ നിൽക്കുകയാണ്. എന്താടി, കണ്ണു തുറന്ന് സ്വപ്നം കണ്ടു നിൽക്കുകയാണോടി ബാലഭാസ്കരി? ഞാൻ അത് പിന്നെ വർണ്ണ തപ്പി തടയാൻ തുടങ്ങി. എന്താടാ പറ്റിയേ? ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്താ കുട്ടിക്ക് പറ്റിയേ? ദത്തൻ കബോർഡിൽ ഷർട്ട് തിരയുന്നതിനിടയിൽ വർണ്ണയെ തിരിഞ്ഞു നോക്കി ചോദിച്ചു. എന്നാൽ വർണ്ണ മറുപടി പറയാതെ അവൻ്റെ അരികിലേക്ക് നടന്നു. അത് കണ്ട് ദത്തൻ അവളെ സംശയത്തോടെ നോക്കി. എന്താടാ? ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. വർണ്ണ അവൻ്റെ തോളിലൂടെ 2 കൈകളോട്ട് അവൻ്റെ കാലിന് മുകളിലായി കയറി നിന്നു. പെരുവിരൽ ഊന്നി ഒന്ന് ഉയർന്നുകൊണ്ട് അവൾ ദത്തൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ദത്തൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ശേഷം അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വർണ്ണ 2 കണ്ണുകൾ അടച്ച് അവൻ്റെ കീഴ്ചുണ്ടിനെയും നുകർന്നുകൊണ്ടിരുന്നു. ഒപ്പം ദത്തൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ അണിവയറിലൂടെ ഒഴുകി നടന്നു. ശ്വാസം കിട്ടാതെയായതും വർണ്ണ അവനെ നിന്ന് അടർന്നു മാറി. അപ്പോഴാണ് താൻ ഇപ്പോഴെന്താ ചെയ്തതെന്ന ബോധം അവൾക്കും വന്നത്. അവൾ ദത്തൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തല കുനിച്ചു നിന്നു. ദത്തൻ ഒരു ചിരിയോടെ അവളെ എടുത്തുയർത്തി ടേബിളിന് മുകളിലേക്ക് കയറ്റിയിരുത്തി. അവളുടെ 2 കാലുകളും തൻ്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച ശേഷം വലത് കൈ അവളുടെ ഇടുപ്പിലും ഇടത് കൈ അവളുടെ പിൻകഴുത്തിലുമായി വെച്ചു. വർണ്ണ അവൻ്റെ നോട്ടം നേരിടാനാവാതെ കണ്ണടച്ചിരിക്കുകയാണ്.
ദത്തൻ അവളുടെ നെറുകലായി ഒന്ന് ഉമ്മ വെച്ചു. ശേഷം അവളുടെ ഇരു കണ്ണിലും മുത്തമിട്ടു. വർണ്ണ പതിയെ കണ്ണു തുറന്നു. അത് കണ്ട് ദത്തൻ്റെ കള്ള ചിരിയോടെ അവളുടെ മൂക്കിലൂടെ തഴുകി കവളിലേക്ക് എത്തി. അവളുടെ കവളിലായി പതിയെ കടിച്ചും വർണ്ണ ഒന്ന് ഉയർന്നു പൊങ്ങി. അതിൻ്റെ പ്രതിഫലനം എന്നോണം ദത്തൻ്റെ നഗ്നമായ പുറത്തും വർണ്ണയുടെ നഖങ്ങൾ ആഴ്ന്നിറങ്ങി. ദത്തൻ അവളുടെ കവളി കടിച്ച ഭാഗത്തൊന്ന് ഉമ്മ വെച്ച ശേഷം തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു. ശ്വാസം കിട്ടാതെ ആയപ്പോൾ ദത്തൻ അവളിൽ നിന്ന് അകന്നുവെങ്കിലും വർണ്ണ വീണ്ടും അവനെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. വർണ്ണയുടെ നഖങ്ങൾ അവൻ്റെ പുറത്ത് മുറിവുകൾ സൃഷ്ടിച്ചപ്പോൾ ദത്തൻ്റെ കൈകൾ അവളുടെ കുഞ്ഞു ശരീരത്തിലൂടെ ദിശയില്ലാതെ എന്തിനോ വേണ്ടി അലഞ്ഞു. ഒരു ദീർഘചുംബനത്തിന് ശേഷം ഒരു കിതപ്പോടെ അവളെ സ്വതന്ത്രയാക്കി. വർണ്ണയെ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങി വേർപ്പ് ദത്തൻ തൻ്റെ ചുണ്ടുകളാൽ തുടച്ചു നിർക്കി. പതിയെ അവൻ്റെ അധരങ്ങൾ അവളുടെ ചുണ്ടിൽ തന്നെ വന്നു നിന്നു. ദത്തൻ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് സഞ്ചരിച്ച് വർണ്ണയുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ മുഖം വർണ്ണയുടെ കഴുത്തിലൂടെ അലഞ്ഞു നടന്നു. ദത്തൻ പതിയെ അവളുടെ തോളിൽ ഡ്രസ്സ് നീക്കി അവിടെ പതിയെ കടിച്ചു. നിന്റെ തോളിലെ മറുക് എനിക്ക് ഒരുപാട് ഇഷ്ടാദേവു. വീണ്ടും അവൻ്റെ പല്ലുകൾ അവളുടെ തോളിൽ ആഴ്ന്നിറങ്ങി. എന്നാൽ ദത്തൻ പറഞ്ഞ വാക്കിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു വർണ്ണ. തൻ്റെ തോളിലെ മറുക് അവൻ എങ്ങനെ കണ്ടു എന്ന സംശയത്തിലായിരുന്നു അവൾ. അത് മനസ്സിലാക്കിയ ദത്തൻ അതിനുള്ള ഉത്തരവും നൽകിയിരുന്നു. അന്ന് നിനക്ക് പനി പിടിച്ച് ഹോസ്പിറ്റലായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിൻ്റെ തോളിലെ മറുക് കണ്ടത്. പിന്നെ പലവട്ടം കണ്ടിരുന്നു. ജിത്തുവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നീ പരിസരബോധമില്ലാതെ ഓടി നടന്നപ്പോൾ, ഉത്സവത്തിൻ്റെ അന്ന് പുഴയിൽ വെച്ച് കുളിച്ച ദിവസം, അന്നൊക്കെ നിൻ്റെ ഈ മറുകിൽ ആദരങ്ങൾ ചേർക്കാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പലതവണ ഈ മറുക് എൻ്റെ കൺട്രോൾ കളഞ്ഞിട്ടുണ്ട്. ഇതുവല്ല നീ അറിഞ്ഞിരുന്നു അതെയോ? ദത്തൻ വീണ്ടും അവളുടെ തോളിൽ മുഖം ചേർത്തു. വീണ്ടും വീണ്ടും അവിടെ ഭ്രാന്തമായി ചുംബിച്ചു. ഒപ്പം അവൻ്റെ കൈകൾ അവൾ ഇട്ടിരുന്ന പട്ടുപാവയുടെ ടോപ്പിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. അവളുടെ ഇടുപ്പിലൂടെ അവൻ്റെ കൈകൾ അണിവയറിലേക്ക് നീങ്ങി. ശേഷം വീണ്ടും അവളുടെ അരയിൽ വന്നു നിന്നു. ഇവിടേക്ക് ഞാനൊരു സാധനം വാങ്ങി തരുന്നുണ്ട്, എനിക്ക് മാത്രം കാണാൻ, അവളുടെ അരയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും വർണ്ണയുടെ മുഖം നാണത്താൽ ചുമന്നു. അത് ദത്തനെ വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കുകയും അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിൻ്റെ ഹുക്കിൽ നിന്നും വന്നു നിൽക്കുകയും ചെയ്തു. വർണ്ണ, വിളക്ക് വയ്ക്കാൻ സമയമായി, വേഗം താഴേക്ക് വാ. ഭദ്രയുടെ ശബ്ദമാണ് ഇരുവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. വർണ്ണ വേഗം തൻ്റെ മേലുള്ള ദത്തൻ്റെ കൈകൾ എടുത്തു മാറ്റി ബാത്റൂമിലേക്ക് ഓടിക്കയറി. ദത്തൻ വേഗം ഒരു ഷർട്ട് എടുത്തിട്ട് മുണ്ടുകൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു മാറ്റി. ശേഷം വന്ന് വാതിൽ തുറന്നു. അവൾ കുളിക്കുക, എപ്പം വരും? ദത്തൻ അത് പറഞ്ഞു ഭദ്ര തലയാട്ടിക്കൊണ്ട് താഴേക്ക് പോയി. ദത്തൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇത്രയും കാലം മനസ്സിനുള്ളിൽ കടിഞ്ഞാണിട്ട് വെച്ച പല വികാരങ്ങളും പുറത്തേക്ക് വന്നിരിക്കുന്നു. അവൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് ഡോറടച്ച് ബെഡിൽ വന്നിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ബാത്റൂമിനരികിലേക്ക് നടന്നു. തൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വർണ്ണയുടെ കാര്യം എങ്ങനെയായിരിക്കുമെന്നും ദത്തനെ ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഡോർ തട്ടിയതും വർണ്ണ വാതിൽ തുറന്ന് തല മാത്രം പുറത്തേക്കിട്ടു. നീ എന്താ ഇതിനകത്ത് ചെയ്യണേ? ദത്തൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കുളിക്കുക. എന്നിട്ട് നിന്നെ കണ്ടിട്ട് കുളിക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അവൻ ഡോർ മുഴുവനായി തുറന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ കുളിക്കാൻ തുടങ്ങുമായിരുന്നു. ടവലും ഡ്രസ്സും ഇല്ലാതെയാ? അത് പിന്നെ ഞാൻ പോയി ഡ്രസ്സ് എടുത്ത് ചെന്ന് കുളിക്കാൻ നോക്ക്, താഴെ വിളക്ക് വെക്കാൻ സമയമായി. ദത്തൻ അത് പറഞ്ഞ വേഗം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ചെന്ന് കബോർഡിൽ നിന്ന് തൻ്റെ ഡ്രസ്സ് എടുത്ത് വീണ്ടും ബാത്റൂമിലേക്ക് കയറി. ഈശ്വര, എന്താ പണ്ടായേ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ദത്തനെ കയറി അങ്ങ് ഉമ്മിക്കാന്നൊക്കെ പറഞ്ഞ മ്ലേച്ചോ. അവൾ ഡ്രസ്സ് ഹാങ്ങറിൽ വെച്ച് കുളിക്കാൻ തുടങ്ങി. ഷവർ ഓൺ ചെയ്തതും തണുത്ത വെള്ളം അവളുടെ തല വഴി ഒഴുകിയിറങ്ങി. ചുണ്ടിലൂടെ വെള്ളം ഒഴുകിയിറങ്ങിയതും വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു. ഒപ്പം കഴുത്തിലും തോളിലും അതേ വേദന, പക്ഷേ സുഖമുള്ളൊരു നോവായിരുന്നു. കുറച്ചു മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിക്കുന്നവർ അവളുടെ മുഖം നാണത്താൽ ചുവന്നു.
വർണ്ണ വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റി ദത്തനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ടെൻഷൻ അവൾക്കുണ്ടായിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ ഫോൺ നോക്കിയിരിക്കുകയാണ് ദത്തൻ. വർണ്ണ അവന് മുഖം കൊടുക്കാതെ തല താഴ്ത്തി പുറത്തേക്ക് പോകാൻ നിന്നതും പിന്നെ ഇന്നും ദത്തൻ്റെ വിളി വന്നു. എന്താ ദത്ത, ഒന്നും വാ. ദത്തൻ വിളിച്ചതും വർണ്ണ അവൻ്റെ അരികിൽ വന്നു. പക്ഷെ മറ്റെവിടേക്കാണ് നോട്ടം. നിനക്കെന്താ കോങ്ങണ്ണുണ്ടാ? അവിടേക്ക് നോക്കിയിരിക്കണേ. ഞാനിവിടെയല്ലേ ഇരിക്കണേ, എൻ്റെ മുഖത്തേക്ക് നോക്കടി. ദത്തൻ അത് വർണ്ണ അവനെ നോക്കി. നീ എന്തിനാ എന്നെ നോക്കാതെ തല കുനിച്ച് നടക്കണേ? അത് അങ്ങനെയൊന്നുമില്ല ദത്ത, നിനക്ക് തോന്നിയതാവും. എൻ്റെ തോന്നലൊന്നും അങ്ങനെ വെറുതെ ആവാറില്ല, നീ കാര്യം പറ. അത് ഞാൻ കാരണമല്ലേ കുറച്ച് മുമ്പൊക്കെ അങ്ങനെയൊക്കെ. എങ്ങനെയൊക്കെ? ദത്തൻ ചിരി കടിച്ചു പിടിച്ചോണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ. വർണ്ണ ആകെ തപ്പി തടഞ്ഞു. എൻ്റെ കുഞ്ഞെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ദത്തൻ അവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി. പക്ഷേ വർണ്ണ അതിന് സമ്മതിക്കാതെ അവൻ്റെ മടിയിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ട് വട്ടം പിടിച്ച് അവളുടെ തോളിൽ താടി കുത്തിയിരുന്നു. എങ്ങോട്ടാടി പോകുന്നേ? എവിടെ ഇരിക്കേ, ഞാൻ ചോദിക്കട്ടെ. അത് വർണ്ണ ഒതുങ്ങിയിരുന്നു. ഞാൻ നിൻ്റെ ആരാ കുഞ്ഞെ? ദത്തൻ ചോദിച്ചു. ഭർത്താവ്. നീ എൻ്റെ ആരാ? ഭാര്യ ആണല്ലോ. അപ്പം നമുക്കിടയിൽ കുറച്ച് മുമ്പ് നടന്നതൊക്കെ എല്ലാം നാച്ചുറലായ കാര്യങ്ങളാണ്. അത് നിൻ്റെ തെറ്റ എൻ്റെ തെറ്റല്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. എനിക്കറിയാം നീ ചെറിയ കുട്ടിയാണ്, പക്ഷേ അത്ര പെട്ടെന്നൊന്നും നിനക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടൈം വേണം, ഒരുപാടുണ്ട് താനും. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഉണ്ടായെന്ന് വരാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്. നമുക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഇമോഷൻസൊക്കെ ഉണ്ടായി, ഇനിയും ഉണ്ടാവും. എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ തല കുനിച്ച് നടക്കരുത്. ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ദത്തൻ ചോദിച്ചു. അവൾ അതേന്ന രീതിയിൽ തലയാട്ടി. അപ്പം എന്നെൻ്റെ കുട്ടി മുഖത്ത് ഈ ചളിപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ചിരിച്ചേ. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ദാറ്റ്സ് മൈ ഗേൾ. ദത്തൻ അവളുടെ കവളിൽ ഒന്ന് മോഹിച്ചു. എന്നാൽ ഞാൻ താഴേക്ക് പോവട്ടെ ദത്ത, വിളക്ക് വയ്ക്കാറായി. ഇത് വെച്ച് ഞാനിന്നൊരു കലക്കും. കയ്യിൽ എഴുതിയിരിക്കുന്ന നോക്കി പറഞ്ഞു. എടി കള്ളി, അപ്പം നീ കുളിച്ചില്ലേ? കുളിച്ചു ദത്ത. ഞാൻ കൈതാ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാ കുളിച്ചേ. കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് കാണിച്ചു. എൻ്റെ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് കുളിക്കാനായിരുന്നാ? ഞാൻ കുളിപ്പിച്ചു തരുമായിരുന്നല്ലോ. ദത്തൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും അവനെ നോക്കി പിടിപ്പിച്ചു. എന്നാ എൻ്റെ കുഞ്ഞ് താഴേക്ക് പൊക്കോ, അവരെല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കും. ദത്തൻ അത് പറഞ്ഞ് അവളുടെ ചുണ്ടിലായി ഉമ്മ വയ്ക്കാൻ നിന്നുവെങ്കിലും അവൻ പെട്ടെന്ന് അത് വേണ്ട എന്ന് വെച്ചു. ശേഷം അവളുടെ നെറ്റിയിലായി ഉമ്മ വെച്ചു. എൻ്റെ കുട്ടി വിളക്ക് വയ്ക്കാൻ പോവാണല്ലോ, അതാ നെറ്റിയിൽ ഉമ്മ. ദത്തൻ ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിമിഷ നേരം കൊണ്ട് പ്രണയവും വാത്സല്യവും മിന്നിമായുന്നത് അത്ഭുതത്തോടെ നോക്കി. എന്താടങ്ങനെ നോക്കണേ? ദേ സമയായിട്ടോ വിളക്ക് വയ്ക്കാൻ. അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ഞാൻ പോയി ഒന്ന് ഷൈൻ ചെയ്തിട്ട് വരാട്ടോ ദത്ത. അത് പറഞ്ഞ് പുറത്തേക്ക് ഓടി. ഒന്ന് പതിയെ പോകും, ഞാൻ എവിടെയെങ്കിലും തട്ടി തടഞ്ഞ് വീഴും. ദത്തൻ പിന്നെയും വിളിച്ചു പറഞ്ഞു. പോയതും ദത്തൻ കുറച്ചു നേരം ഫോൺ നോക്കിയിരുന്നുവെങ്കിലും താഴെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഒരാകാംക്ഷ. അവൻ നേരെ താഴേക്ക് നടന്നു. ഹാളിലിരുന്ന പൂജാമുറി കാണാം. അവൻ ഫോൺ നോക്കുന്ന പോലെ സെറ്റിൽ വന്നിരുന്നു. ഇപ്പോൾ ഭദ്രയാണ് നാമം ചൊല്ലുന്നത്. അവൾ നിർത്തിയതും നാമം ചൊല്ലാൻ തുടങ്ങി. അവളുടെ നാമം കേട്ട് എല്ലാവരും ചിരിക്കണം കരയണം എന്ന അവസ്ഥയിലാണ്. ഭദ്രയും ശീലവും മുത്തശ്ശിയെ പിടിച്ച് ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. ദത്തനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. കയ്യിലെഴുതിയിരിക്കുന്ന 6 വരി മന്ത്രം 15 മിനിറ്റ് എടുത്ത് തപ്പിത്തടഞ്ഞ് ചൊല്ലി അവസാനിപ്പിച്ചു. കുട്ടി നാളെ തൊട്ട് നാമം ചൊല്ലണമെന്നില്ല. മുത്തശ്ശി അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. പിന്നാലെ പാർവതിയും. മുത്തശ്ശിയുടെ ആ പറച്ചിലിൽ അപേക്ഷയുടെ ഒരു ഇതിനില്ലേ ചോദിച്ചു. ഇതിൽ നല്ലത് നീ മിണ്ടാതിരിക്കണേയിരുന്നു ചീര് പറഞ്ഞു.
അത്രയും മോശമായിരുന്നാ? മോശം എന്നൊക്കെ പറഞ്ഞ കുറഞ്ഞു പോവും. പൂജാമുറിന്ന് കൃഷ്ണനോട് പോവാഞ്ഞത് ഭാഗ്യം. ഭദ്ര കളിയാക്കി. നിനക്ക് മലയാളം വായിക്കാൻ അറിയില്ലേ പറഞ്ഞേ? ദർശന ചോദിച്ചു. അറിയാം, പക്ഷേ ഇത് സംസ്കൃതല്ലേ, അത് കയ്യിൽ മലയാളത്തിൽ എഴുതി വെച്ചു എന്നുള്ളൂ. ഓരോന്ന് പറഞ്ഞ് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പുറത്ത് ദത്തൻ താടിക്കും കൈ കൊടുത്തിരിക്കുന്നത്. ഞാൻ എത്ര വൃത്തിയിൽ എഴുതി തന്നതാ, എന്നിട്ട് നീ ഇതെന്തൊക്കെയാ വായിച്ചേ? അവിടുന്ന് കാവടി തുള്ളി പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒപ്പിക്കുമെന്ന്. ദത്തൻ അവളെ നോക്കി പറഞ്ഞതും പറഞ്ഞോന്ന് ഇളിച്ചു കാണിച്ചു. ദർശൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. വർണ്ണ ശീലുവിൻ്റെയും മധുരയുടെയും കൈ പിടിച്ച് പുറത്തേക്കും പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. സ്റ്റോറിയുടെ തുടക്കത്തിലെ പലരും പറഞ്ഞു വർണ്ണയ്ക്കും ദത്തനും കൂടിയുള്ള റൊമാൻസ് ഇല്ല, അതുകൊണ്ട് റൊമാൻസ് തീരെ അറിയില്ല എന്നൊക്കെ. അത്ര വലിയ രീതിയിലല്ലെങ്കിലും കുറച്ചൊക്കെ റൊമാൻസ് അറിയാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനെന്താ ചുമ്മാവാ? ബൈ ദ ബൈ, ഇന്നത്തെ പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.